നിലവിൽ 34,45,46,568 രൂപ. എല്ലാവർക്കും റഹീമിന്റെ കൂടെ നിന്ന് ഈ കുടുംബത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തിനാ സത്യത്തിൽ ഈ 34 കോടി റുപ്യ എന്നൊക്കെ പറയുന്നത് ഇപ്പം മലയാളീസ് ആണെങ്കിലും ശരി ഏതെങ്കിലും കുറച്ച് ഒരു മനുഷ്യന്മാരെ കൊണ്ടോ വ്യക്തികളെ കൊണ്ടാവണ ഒന്നല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇവിടെ നടക്കാത്തൊരു സംഗതിയാണ്. ഇത് കേരളക്കരയിൽ മലയാള മണ്ണിൽ നടന്നു പോണ ഒരു പ്രത്യേക തരം പ്രതിഭാസമാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ളത്. ഇത്രയും വലിയൊരു തുക, ഭീമമായിട്ടുള്ളൊരു തുക, ഈ 34 കോടി എന്ന് പറയുന്ന ഒരു സംഗതി, അതിലേക്ക് എന്താ പറയുക, ബാക്കി 3-4 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അതിന് മുമ്പായിട്ട് പൈസ സെറ്റായി എന്നുള്ളതാണ് നടന്നിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. അതിലൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഇത് ഇത്രത്തോളം ജനകീയമാവാനുള്ള ഒരു കാരണം അതെനിക്ക് തോന്നുന്നത്, എൻ്റെ ഒപ്പീനിയനാണ്, അത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ്. ഈ ഒരു സംഗതി, ഒരു പൈസ പിരിക്കുന്ന ഒരു ഏർപ്പാട് ഇത്രത്തോളം ജനകീയമായിട്ട് ഇത് ഇത്ര പെട്ടെന്ന് എന്താ പറയുക, അതിൻ്റെ ഒരു ഫിനിഷ് പോയിന്റിങ്ങിൽ എത്താൻ അത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിട്ടൊരാളുടെ മുന്നിട്ട് ഇറക്കം അതാണ്. മൂപ്പരാണ് ഈ പൈസ മൊത്തത്തിൽ സെറ്റാക്കി കൊടുത്തതെന്നുള്ളൊരു അഭിപ്രായത്തിലല്ല, മൂപ്പരുടെ ഒരു ഇറക്കം ഉണ്ടല്ലോ, അതിനായിട്ടൊന്ന് തുനിഞ്ഞ് മൂപ്പർ ഈ തിരുവനന്തപുരം ടു കാസർഗോഡ് വരെ അത്രയും, അത് മുഴുവനായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഇത്രത്തോളം ഒരു എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ എന്താ പറയുക, ഒരു മനുഷ്യനെ ഏതെങ്കിലും രീതിയിലൊന്ന് സഹായിക്കണം. 10 റുപ്യെങ്കിൽ 10 റുപ്യ എന്നുള്ള ലെവലെങ്കിൽ ഒരു മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ബോബി ചെമ്മണ്ണൂരാണ്. അതിൻ്റെ ഇടയിൽ കുറേ എണ്ണം എന്നെങ്ങാണ്ട് നമ്മൾ അങ്ങനാക്കി, നമ്മൾ ഇങ്ങനാക്കി, അതാണ് ഇതാണ് KMCC. ഈ പണം പിരിച്ചത് റഹീമിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ 3 പേർ അടങ്ങുന്ന ട്രസ്റ്റാണ്. ലോകത്തുള്ള മുഴുവൻ മലയാളി സമൂഹത്തോടും ഞങ്ങൾ ഹൃദ്യമായ കടപ്പാട് പിന്നിലുള്ളത്. ഇതിൻ്റെ കൺവീനറാണ് ഞാൻ. പ്രിയപ്പെട്ട സുരേഷാണ് ചെയർമാൻ, പ്രിയപ്പെട്ട ഗിരീഷാണ് അതിൻ്റെ ട്രഷറർ. അദ്ദേഹം അവിടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. ഓരോരോ ഈ KMCC മാത്രമൊന്നുമല്ല, കുറേ സംഘടനകളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് കടന്നു വന്നുകൊണ്ടേ ചിരിയൊക്കെയാണ് എനിക്ക് വരുന്നത്. എന്നിട്ട് വന്ന് ഓരോ ചാനലിൻ്റെ മുമ്പിൽ നിന്ന് കണ്ട് നമ്മളങ്ങനെ ആക്കി. എല്ലാവർക്കും നന്ദി കേട്ടോ, എല്ലാവർക്കും നന്ദി. സഹകരിച്ച് സഹായിച്ച് അധ്വാനിച്ച് എല്ലാവർക്കും നന്ദി എന്ന് പറയും. ഇവരൊക്കെ ആരടോ മനസ്സിലാവില്ല. ഓക്കെ, ഈ ഒന്നാമത്തേത് ഈ പ്രവാസി ഗൾഫിലുള്ള അല്ലെങ്കിൽ പ്രവാസികളെ കൊണ്ടൊക്കെ ഇഷ്ടം പോലെ പൈസ രൂപയെ വന്നിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, അതല്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് വേറെ നമുക്കറിയില്ല ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്നും, എത്ര ആളുകൾ എത്രത്തോളം പൈസ കൊടുത്തെന്നും, എത്ര ആളുകളെ സഹായിച്ചിട്ടുണ്ടെന്നൊന്നും. അതിൻ്റെ അടുക്ക് കുറേ കൃസംഗി അതല്ലെങ്കിൽ സംഘി മനസ്സൊക്കെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം ഈ സുഡാപ്പികളുടെ കാര്യം കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്കും അതൊരു സുഡാപ്പിയല്ലേ, സുഡാപ്പിനൊന്നും ജയിലിൽ നിന്ന് ഇറക്കണ്ട. സുഡാപ്പി എന്ന് പറയുന്നത് ഇവർക്ക് മുസ്ലിങ്ങളെ മൊത്തം സുഡാപ്പികളെന്ന് പറയുന്ന ആളുകളാട്ടോ. ഈ സുഡാപ്പി അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സുഡാപ്പികളുടെ കാഴ്ചപ്പാടിൽ ഈ ക്രിസ്ത്യാനികളിൽപ്പെട്ടുള്ള ആളുകൾ മൊത്തത്തിൽ ക്രിസംഗികളും, ഈ ഹിന്ദുയിസത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ മൊത്തത്തിൽ RSSൻ്റെ ടീമും ഹിന്ദുത്വവാദികളുമാണ്. അതാണ് സംഭവം, വാസ്തവം അതാണ്. പക്ഷെ എനിക്ക് ചിരി വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഈ പല സംഘടനകളും ഇത് നമ്മളെ കൊണ്ടുണ്ടായതാണ്. മറ്റേ ഈ കുഞ്ഞാലിക്കുട്ടിയും ഈ എന്താ പറയുക, വേറെ ഏതോ ഒരു തങ്ങളൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടീനെ എനിക്ക് താല്പര്യമുള്ളൊരു നേതാവാണ് കേട്ടോ. മൂപ്പര് എന്താ പറയുക, ഒരു ഭയങ്കര നേതൃത്വമുള്ള ഒരു മനുഷ്യനെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഈ കുഞ്ഞാലിക്കുട്ടീൻ്റെ കൂടെ പിന്നെ പോയ സിഹാബ് തങ്ങളുടെ മക്കളോ പേരമക്കളോ ആരൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂട്ടത്തിൽ ഇവർ രണ്ടാറും നിൽക്കുന്ന കണ്ടിട്ട് ഇനി ചെറിയൊരു ഈ തങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് അത് ഓക്കെ, അത് വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് എല്ലാ ടീംസും ഇങ്ങനെ കയറി വന്നാൽ ഇത് നമ്മളെ കൊണ്ടുണ്ടായതാണ്. നമ്മളില്ലെങ്കിൽ എന്തായിനി, ഇതൊരു ആ ഒരു ലെവലിലാണ്. നന്ദി എല്ലാവർക്കും, സഹകരിച്ച് സഹായിച്ച എല്ലാവർക്കും നന്ദി. ഇങ്ങനെയൊക്കെ ചിരിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചിരിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മിസ്റ്റർ KMCC-മാരെ? മനസ്സിലാവുന്നില്ല. നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും, അത് ഓക്കെയാണ്. ഇങ്ങനെയുള്ളൊരു പരിപാടി ഇന്ന് ജനകീയമാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല. അങ്ങോട്ടേക്ക് മാറി നിൽക്കുക, അതേ പറയാനുള്ളൂ. നിങ്ങളെ കൊണ്ടാവൂല അത്. പിന്നെ ഈ ബോബി ചെമ്മണ്ണൂർ കാര്യം എന്തായിക്കോട്ടെ, അയാൾ കുറേ വിഡ്ഢിത്തരങ്ങളും ഒരുമാതിരി ഊള പരിപാടികളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെ ഇയാൾ ചെയ്ത് ഏതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇറങ്ങി മലയാളികൾക്ക് അതോടോടെ അത് മൈൻഡിൽ കയറി.
അത് മൈൻഡിലായി മലയാളികൾ അത് ഏറ്റെടുത്ത് കാര്യങ്ങളെ നൈസായിട്ട് 3-4 ദിവസത്തിന് മുമ്പ് തന്നെ സാധിച്ച് ചെയ്ത് അവൻ്റെ ആ അബ്ദുറഹീം എന്ന് പറയുന്ന അവൻ്റെ ഉമ്മാൻ്റെ ആ മൂത്ത സന്തോഷം ഇപ്പം ആ ഒരു ഉമ്മാൻ്റെ സംസാരമൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര കുളിര് തന്നെ മനസ്സിൽ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒന്നെങ്ങാണ്ട് നമ്മൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നന്ദി 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 ആരും ബഹളം വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഉളുപ്പില്ലാത്ത മേകാൻ ഇവർക്കൊണ്ടൊക്കെ പറ്റുള്ളൂ. ഈ സംഭവത്തിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ മാത്രം അങ്ങോട്ട് ഉണ്ടാക്കിയെന്നൊന്നല്ല, എല്ലാവരും അങ്ങനെ വേണം പറയാൻ. അതല്ലാതെ ഏതെങ്കിലും സംഘടനകൾ ഒന്ന് നമ്മളാണ് നമ്മളെ പവർ കണ്ടോ എന്നൊക്കെ പറഞ്ഞു കണ്ട് അതിനൊക്കെ ലേശത്തോലിക്കട്ടി ഉളുപ്പും തന്നെ വേണം. മുഴുവൻ ജനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഇനി